എല്ലാവർക്കും കൃപാസ് ഹോം ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കടലക്കറിയാണ്. കടലക്കറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതും സാധാരണ എല്ലാ വീടുകളിൽ ഉണ്ടാക്കുന്നതുമാണ്. എങ്കിലും ഇത്രയും എളുപ്പത്തിൽ ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അതായത് നമുക്ക് വരട്ടുവോ ഒന്നും ചെയ്യണ്ട. നമ്മൾ ചേർക്കുന്ന എല്ലാ ഐറ്റങ്ങളും ചേർത്ത് കുക്കറിൽ കടല വേകാനുള്ള സമയമെടുത്ത് വെന്ത് കഴിയുമ്പോൾ അല്പം തേങ്ങാപ്പാൽ കൂടി മാത്രം ചേർത്ത് ഒന്ന് താളിച്ച് ഒഴിക്കുന്ന ഒരു കറിയാണ്. ഏറ്റവും എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് തലേദിവസം ഇതെല്ലാം അരിഞ്ഞു വെക്കാം. തേങ്ങാക്കൊത്ത്, സബോള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴേ തന്നെ കുക്കറിലേക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ടുകൊടുത്ത് നമ്മൾ വേവിക്കാൻ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പം ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു വിഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കാണിച്ചു തരുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും നിങ്ങൾ ഇതിൻ്റെ ഗുണവും ദോഷവും പറയാൻ മറന്നുപോകരുത്. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ 1.5 കപ്പ് കടല ഇട്ടതാണ്. ഇത് ഞാൻ ഈ കുക്കറിലേക്ക് ഒഴിക്കുവാണ്. നന്നായി കഴുകി ഇട്ടതിനു ശേഷം അതിലേക്ക് 3.5 കപ്പ് അളവ് വെള്ളം അതിൽ ചേർത്തു. ആ വെള്ളത്തിൽ തന്നെയാണ് ഇപ്പം നമ്മൾ വേവിക്കാൻ പോകുന്നത്. പിന്നെ എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഇത് തേങ്ങാക്കൊത്താണ്. ആ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തിട്ടു. പിന്നെ 2 ചെറിയ സബോള, ഒരു 5 ഉള്ളി, 5 വെളുത്തുള്ളി, 5 അല്ലി, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറി ലീഫ്. ഇത് ഒന്ന് ചോപ്പ് ചെയ്യാം. നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്യാം. ഇത് അരിഞ്ഞെടുത്താലും മതി. ചോപ്പ് ചെയ്യുവാണ്. അപ്പം നമുക്ക് ചോപ്പ് ചെയ്യാം. അപ്പം എല്ലാം നന്നായി ചോപ്പ് ചെയ്തു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ആ വെള്ളത്തിന് ചേരുന്ന ഉപ്പിട്ടാൽ മതി. അപ്പം അത് കറക്റ്റ് ആയിരിക്കും. ഇതിനാവശ്യമായ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1, 2, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാൻ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവിന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇടാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യും. നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കറികൾ പരിപ്പോലെ അങ്ങനെ എന്ത് കറി വെച്ചാലും പുറത്തേക്ക് തിളച്ച് ചാടി നമ്മുടെ കുക്കറിൻ്റെ പുറത്തൊക്കെ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. നമ്മുടെ ഈ കറിക്ക് ഇനി നമ്മൾ വേറെ വരട്ടുവോ ഒന്നും ചെയ്യുന്നില്ല. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു രീതിയാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ്, ചെലവും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെ ഞാൻ ചെയ്യുന്നുവെന്ന് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് കുക്കർ അടച്ച്
ഇനി ഇത് ഒരു ഓരോ കുക്കറിനെ അപേക്ഷിച്ചിരിക്കും. പുതിയ കുക്കറാണെങ്കിൽ നമുക്ക് ഒരു 2 സ്റ്റീമോട് കൂടി ഇത് വേകും. അല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കുക്കറിന്റെ അവസ്ഥ അനുസരിച്ച് വേവ് നോക്കി വേണം നമുക്ക് ചെയ്യാൻ. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ എന്തായാലും 20 മിനിറ്റ് കൂടുതൽ വേണ്ട. ഇതിപ്പോൾ ഒരു 12 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും റെഡിയാകും. ഇത് പുതിയ കുക്കർ ആയതുകൊണ്ട് പെട്ടെന്ന് വേകും. അപ്പം നമുക്കിനി ഇത് സ്റ്റീം വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതേ ഉള്ളൂ. നിങ്ങൾ ഇതിന്റെ മേളിൽ നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ ആ എണ്ണ ഒഴിച്ചതുകൊണ്ട് ഇതിന്റെ പുറത്തൊന്നും ചീറ്റിയിട്ടില്ല. അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. കാരണം ഇതിന്റെ പുറമെല്ലാം ഭയങ്കര വൃത്തികേടാകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഈ മെനകേടുകളിൽ നിന്ന് നമുക്ക് മാറ്റം കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് നോക്കണം. ഇനി ഇതൊന്ന് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതായിട്ട്, ഇത് നമുക്ക് ശരിക്കും ഇങ്ങനെ വേണമെങ്കിൽ ഒരല്പം വെള്ളവും കൂടെ കൂടുതൽ, ഞാൻ 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ തന്നെ ഉപയോഗിക്കാം. ഒത്തിരി തേങ്ങാപ്പാലൊന്നും ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ അല്പം തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നുണ്ട്. 1 മുറി തേങ്ങയുടെ പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഇപ്പം നമുക്ക് ഉപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കുക. ഒന്നും വേണ്ട ഇതിന്. ഇനി ഒന്ന് തിളച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് താളിക്കുകയും കൂടി ചെയ്യാം. അതോടുകൂടി ഈ കറി എല്ലാം ഓക്കെ ആയി. നമുക്കിത് വരട്ടുവോ ഒന്നും വേണ്ട. പല പാത്രങ്ങളാക്കുവോ, നമുക്ക് എപ്പോഴും പാത്രം കഴുകാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാലോ. അപ്പൊ പല പാത്രങ്ങളിലാക്കി പലതായിട്ട് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് ഒറ്റ വേവിക്കലിലൂടെ നമ്മുടെ കറി റെഡിയായി എന്നുള്ളതാണ്. തേങ്ങാപ്പാൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പം ഞാൻ തേങ്ങാപ്പാൽ ചേർത്തു. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് താളിക്കുകയും കൂടി ചെയ്താൽ നമ്മുടെ കറി റെഡിയായി. തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് താളിക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചു. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. തിളച്ചു, നന്നായി ചൂടായി. ഈ കറിക്ക് നല്ല കൊഴുപ്പുണ്ട്. നമ്മൾ കടല അരയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഈ അരപ്പും ഇത് എല്ലാം കൂടി നല്ല കുറുകിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കടലയൊക്കെ കുറുകാൻ വേണ്ടി അരയ്ക്കുമ്പോൾ അതിൻ്റെ കറിയുടെ രുചിക്ക് മാറ്റമുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും ചെയ്യാതെ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം. താളിക്കാൻ വേണ്ടി കുറച്ച് ചുമന്നുള്ളിയും കറി ലീഫും, കറിക്ക് പതുക്കെ തിള വന്നു. ഇനി ഞാൻ കറി ഓഫ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് കറിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ഈ എണ്ണയിലേക്ക് ഒഴിക്കാം. എൻ്റെ അളവിന് എൻ്റെതായ രീതിക്ക് എല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും ഒഴിക്കുന്നില്ല. ഇത് താളിച്ചത് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അപ്പം ഇനി ഇതിലേക്ക് ഒഴിക്കാം. കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ കടലക്കറി റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്ന് ഞാൻ പറയുകയും കാണിക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കി തീർച്ചയായും ഒരു മടിയും കാണിക്കാതെ ഇതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾ തരുന്ന ഓരോ പ്രോത്സാഹനവും ഓരോ വാക്കുകളും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അത് കുറവാണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. അത് ഞാൻ വളരെയധികം സ്വീകരിക്കുന്നു. കാരണം ഒരു തെറ്റുണ്ടായാലാണ് ഒരു ശരിയുണ്ടാകുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങളെല്ലാവരും എന്നെ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.